ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ടേസ്റ്റി രസമാണ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഇച്ചിരി പുളി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, അതുപോലെ വറ്റൽമുളക്, ഇത്രയും സാധനം നമ്മൾ ചതച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അതിപ്പോൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പൊടികളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് വെള്ളവും, അതുപോലെ തന്നെ ഉപ്പും. അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ പിങ്ക് സോൾട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നല്ല ഉടഞ്ഞ് വരണമെങ്കിൽ ചെറിയ പീസായിട്ട് മുറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 2 ആൾക്ക് വേണ്ടിയിട്ടുള്ള രസമാണ് ആക്കുന്നത്. അതിനനുസരിച്ച് ഞാനൊരു വലിയ ടൊമാറ്റോ, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തക്കാളിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ രസം നമുക്ക് ഡൈജഷന് വളരെ നല്ലതായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ സദ്യയിലും എല്ലാം കാണാമല്ലോ, എപ്പോഴും ലാസ്റ്റ് ഐറ്റം രസം എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ മെയിൻ ഒരു ഐറ്റമാണ് മല്ലിയില. മല്ലിയില ഒഴിവാക്കാനേ പാടില്ല. രസത്തിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് മല്ലിയിലയിലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ മല്ലിയില ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ ചെറിയൊരു പോർഷൻ ആദ്യം ആഡ് ചെയ്യും, ബാക്കിയുള്ള പോർഷൻ നമ്മൾ ലാസ്റ്റിലാണ് ആഡ് ചെയ്യുക. അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഗ്യാസ് ഓണാക്കി നമ്മൾ ഒരു കട്ടിയുള്ള പാത്രം ആദ്യം തന്നെ ഗ്യാസിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൊത്തി അരിഞ്ഞ തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളത് കുക്ക് ചെയ്യുക വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ച തക്കാളിയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് രസത്തിന് വേണ്ട ഫുൾ വെള്ളം നമ്മളിപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ടൊമാറ്റോ കുക്കാവേണ്ട വെള്ളം മാത്രമേ ഒഴിക്കേണ്ടൂ. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. അതുപോലെ തന്നെ നമ്മളതിനകത്തേക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. ആക്ച്വലി കായം മുഴുവനോടില്ല കായം ഇടുകയാണെങ്കിൽ ഇനിയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ കായം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് അധികം തന്നെ ഇടാം, നമുക്കൊരു അര സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ പുളിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ ടൊമാറ്റോ നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം മതി കേട്ടോ. ഇത് കുക്കാവേണ്ട വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇത് അടച്ചിട്ട് നമ്മളൊന്ന് വേവിക്കണം. ഒരു 5 മിനിറ്റൊക്കെ വേവിക്കുമ്പോഴേക്കും ടൊമാറ്റോ നന്നായിട്ട് കുക്കാവും. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ പെട്ടെന്ന് കുക്കാവും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ഈ ചതച്ചെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുരുമുളക്, വറ്റൽമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതൊക്കെ നമ്മളൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വറ്റൽമുളക്, കുരുമുളക്, അതുപോലെ തന്നെ ജീരകം, ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചതച്ചെടുത്താൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റിൽ ഞാൻ ആ വെളുത്തുള്ളിയും ഒരു 4 മുതൽ 5 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വറ്റൽമുളക് ചതച്ചിടുന്ന കാരണം നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് തവി വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ ഈ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 കുറവ് ആയിട്ട്, പക്ഷേ അരയിൽ ഇച്ചിരി കൂടുതൽ, അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാകം നോക്കിയാൽ മതി. ഒരുപാട് കട്ടിയിലല്ല കേട്ടോ നമ്മൾ രസമാക്കുക. അപ്പോൾ ഞാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഭയങ്കര കട്ടിയിലാക്കുക. രസം എപ്പോഴും കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം, അപ്പോഴായിരിക്കും അതിന് ഭയങ്കര ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എത്രയാണോ നമുക്ക് ക്വാണ്ടിറ്റി വേണ്ട അതിനനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനൊരു പ്രത്യേക കണക്കല്ല, നിങ്ങൾക്കിത് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും രസം എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഇടുന്നില്ല, അത് ലാസ്റ്റിലാണ് നമ്മൾ ആഡ് ചെയ്യുക. ഇനി ഇത് നമ്മൾ തിളക്കാൻ വേണ്ടി വെക്കണം. ഈ സമയത്ത് നമ്മൾ പാകം ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആ വെള്ളത്തിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിതിനെ അടച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല വെട്ടി തിളക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ചതച്ച് ഇട്ട് ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് അതിലേക്ക് അങ്ങ് മിക്സായി വരിക.
അപ്പോൾ നമ്മുടെ രസം ഇപ്പം നോക്കിയാൽ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 to 6 മിനിറ്റ്സ് വയ്ക്കുമ്പോഴേക്ക് തന്നെ നല്ല തിള വരും. അപ്പോൾ ഇത് കുറച്ച് സമയം നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ബാക്കിയില്ലേ കൊത്തിയരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. മല്ലിയില ഇല്ലാണ്ട് രസമാക്കി അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ നമ്മൾ കറിവേപ്പില എല്ലാം ഇടുക. അതുപോലെ തന്നെ മല്ലിയില പോലത്തെ ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ട് നാട്ടിൽ. എനിക്കതിൻ്റെ പേര് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് ആഡ് ചെയ്താലും ഇതേ സ്മെല്ലാണ് കേട്ടോ. പക്ഷേ പ്രിഫറബിളി മല്ലിയില ആയിരിക്കും നല്ലത്. ഇനി നമ്മളിതിൽ താളിപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് വളരെ കുറവ് മതി, ഒരു 1.5 ടീസ്പൂൺ മതിയാവും. അതിനകത്തേക്ക് കടുകും അതുപോലെ തന്നെ ജീരകമാണ് ആഡ് ചെയ്യുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വറ്റൽമുളക് ഒരു 2 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീരകം മസ്റ്റായിട്ടും ഇടണം. അതും രസത്തിൻ്റെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്നൊരു മെയിൻ ഫാക്ടറാണ് കേട്ടോ. അപ്പം നമ്മുടെ ചൂട് രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്